നമസ്കാരം. എറണാകുളം മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വർഗീയ പ്രചാരണത്തിനെതിരെ അലൻ ഷുഹൈബ് രംഗത്ത്. പ്രതിയായ അലനു പകരം അലൻ ഷുഹൈബിന്റെ പേര് പരാമർശിച്ചാണ് വർഗീയ വിദ്വേഷ പ്രചാരണം നടക്കുന്നത്. ചിത്രപ്രിയയെ കൊന്നവന്റെ പേര് അലൻ എന്ന് കേട്ടപ്പോൾ ഈ ക്രൂരൻ ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ സംശയിച്ചു കാണും. എന്നാൽ ആ പേരിന്റെ കൂടെ ഷുഹൈബ് എന്നൊരു ഭാഗം കൂടിയുണ്ട്. അലൻ ഷുഹൈബ് എന്നാണ് ആ ജിഹാദിയുടെ പേരെന്നാണ് വിദ്വേഷ പ്രചാരണം നടക്കുന്നത്. ഒരാളുടെ കൊലപാതകത്തിന്റെ അന്വേഷണം നിയുക്തമായി നടത്തണമെന്നും പ്രതിക്ക് ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെടുന്നതിന് പകരം ഇവിടെ പ്രതിയുടെ മതം നോക്കി വർഗീയത പറയുകയാണെന്നാണ് അലൻ ഷുഹൈബ് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒരു സീനിലും ഇല്ലാത്ത തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരാണ് വർഗീയത. ഇവ കേരളത്തിലും ഇന്ത്യയിലുമുള്ള വർഗീയ ആക്രമണങ്ങളുടെ പല ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതിനെയും ഒരു ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയുമായിരിക്കും. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അലൻ ഷുഹൈബ് എന്ന് വ്യക്തമാക്കി. അതേസമയം ചിത്രപ്രിയയുടെ സുഹൃത്ത് അലനാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അലനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാൻ പോലീസ് നടപടി ആരംഭിച്ചു. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനൊപ്പം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനാണ് പോലീസ് നീക്കം. മലയാറ്റൂരിലെ 19-കാരി വിദ്യാർത്ഥി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പോലീസിന്റെ കണ്ടെത്തലിൽ സംശയം പ്രകടിപ്പിച്ച ബന്ധുവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പുറത്തു വന്നിരുന്നു. പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ല എന്നാണ് ബന്ധു ശരത് പറയുന്നത്. പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്നും ബന്ധു പറയുന്നു. പള്ളിയുടെ മുമ്പിൽ 2 ബൈക്കുകളിലെത്തുന്ന ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ലെന്നാണ് ബന്ധു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ആലുവ റൂറൽ SP എം ഹേമലതയാണ് ഇക്കാര്യം പറഞ്ഞത്. ചിത്രപ്രിയയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അറസ്റ്റിലായ ആൺ സുഹൃത്ത് അലനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മലയാറ്റൂരിൽ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകളും ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയുമായ ചിത്രപ്രിയയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമ്പലത്തിലെ ഉത്സവത്തിനായി ചിത്രപ്രിയ ബംഗളൂരുവിൽ നിന്ന് മലയാറ്റൂരിൽ എത്തുകയായിരുന്നു. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് തിരികെ എത്തിയില്ല. അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനും കഴിഞ്ഞില്ല. മകളെ കാണാതായതോടെ വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് അലനെ വിളിപ്പിച്ച് മൊഴി എടുത്ത് അതിനുശേഷം വിട്ടയച്ചത്. ഇതിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനരികിൽ ഒഴിഞ്ഞ പറമ്പിലായി ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാവ് ജോലി ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിലെ സഹപ്രവർത്തകരുടെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് ആഴത്തിൽ അടിയേറ്റാണ് മരണകാരണമെന്ന് ആദ്യമേ തന്നെ വ്യക്തമായതാണ്. പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ചിത്രപ്രിയയ്ക്ക് ലഹരി നൽകിയായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സ്കൂൾ പഠനകാലം മുതൽ ശല്യം ചെയ്തിരുന്ന അലനെ ചിത്രപ്രിയ അകറ്റി നിർത്തിയുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. എല്ലാം പറഞ്ഞു തീർക്കാനെന്ന് പറഞ്ഞ് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയ ശേഷം നക്ഷത്ര തടാകത്തിനടുത്ത് വെച്ച് തർക്കിക്കുകയും തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലമായ സെബിയൂർ കൂരപ്പിള്ളി കയറ്റത്തിൽ വെച്ച് കല്ലുകൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തതോടെ അലൻ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ചിത്രപ്രിയെ കാണാതായപ്പോൾ ചോദ്യം ചെയ്തെങ്കിലും അലൻ ഒഴിഞ്ഞുമാറി. എന്നാൽ മൃതദേഹം കണ്ടെത്തിയതോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊല്ലുവാൻ തന്നെയാണ് കൊണ്ടുപോകുന്ന പ്രതി സമ്മതിക്കുകയായിരുന്നു. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കുടുംബത്തിന്റെ സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിലും മൃതദേഹത്തിന് അടുത്തുനിന്ന് ലഭിച്ച വാച്ച് അലന്റെയോ ചിത്രപ്രിയയുടേതോ അല്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ അലനെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുവാനാണ് പോലീസ് സംഘം നീക്കം നടത്തുന്നത്. ഈ സ്കൂൾ പഠനകാലത്ത് ചിത്രപ്രിയയെ അലന് അറിയാം. ഈ അടുക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ അലനെ പെൺകുട്ടി അകറ്റി നിർത്തിയിരുന്നു. മികച്ച വോളിബോൾ കളിക്കാരിയായ ചിത്രപ്രിയ പിന്നീട് കോലഞ്ചേരിയിലെ സ്കൂളിലേക്ക് മാറുകയായിരുന്നു. അപ്പോഴും അലൻ പിന്തുടർന്നു. ഒടുവിൽ ബംഗളൂരുവിൽ പഠനത്തിന് ചേർന്നപ്പോഴും അലൻ ഫോൺ വിളി തുടർന്നു. ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിട്ടു. ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെയാണ് അലൻ പ്രകോപിതനായതെന്നാണ് ഈ പോലീസ് പറയുന്നത്. നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കുവാനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശനിയാഴ്ച ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. വീട്ടുകാർ എതിർക്കുമെന്നതിനാൽ ആരോടും പറയാതെ ചിത്രപ്രിയ അലനൊപ്പം പോവുകയായിരുന്നു. നക്ഷത്ര തടാകത്തിനടുത്ത് ഇരുവരും തർക്കിക്കുന്നതായി ചിലർ കണ്ടുവെന്നും
പോലീസ് സൂചന നൽകി. അവിടെ നിന്നാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്ന സിബിർ കൂരപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് ലഹരി നൽകിയിരുന്നോ ഈ ഒരു കൊലപാതകം നടത്തിയെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ചിത്രപ്രിയ നിലവിളിച്ചിട്ടും ആരും കേട്ടിരുന്നില്ല. എന്തായാലും ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ഒന്നുമല്ലാത്ത മറ്റൊരു യുവാവിനെ അനാവശ്യമായി സമൂഹ മാധ്യമങ്ങളുടെ വലിച്ചിഴക്കുകയാണ്. ഇത്തരത്തിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ പാടി തള്ളിക്കളയുക. കാരണം ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ നീതി ലഭിക്കുക തന്നെ വേണം. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നൊക്കെ ഇനിയും പുറത്ത് തെളിവുകൾ വരേണ്ടതുണ്ട്. അനാവശ്യമായ പേരുകൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് ആവശ്യപ്പെടാൻ കഴിയുക.